താഴമ്പു മണമുള്ള തണുപ്പുള്ള രാത്രിയിൽ മൂത്രമൊഴിക്കാനും മുട്ടുന്നു. എന്താ മീനാണോ? കള്ള മീനാണോ? ഇവന്റെ മോട്ടീവിലെ റോക്കറ്റാണോ വെച്ചേക്കുന്നത്? എടാ എൻ്റെ മീനാടാ, എൻ്റെ മീൻ കൊണ്ടുപോയി. ഇവന് പിന്നെ എന്തുവാണ്? അയ്യോ എൻ്റെ മീൻ കൊണ്ടുപോയി. സോറി കേട്ടോ. ഓക്കെ, മീൻ പോയി. എൻ്റെ ഇനി ഞാൻ വീട്ടിൽ സൈക്കിള് വന്നു. എൻ്റെ സൈക്കിളാടാ എടാ കള്ള, അതും കൊണ്ടുപോയോ അവേ? എടാ സൈക്കിളാടാ. എൻ്റെ മീനും പോയി, എൻ്റെ സൈക്കിളും പോയി. എനിക്ക് വയ്യ. അയ്യോ ഓ ഈ വെയിലത്ത് കൊണ്ട് നിർത്തിയിട്ട് ഇവൻ ഇത് എവിടെ പോയതാ? മീനും കൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ട് മീനും കൊണ്ട് പാമ്പോ പന്നിയൊക്കെ കാണും. എൻ്റെ തീ കാട് വരിക എന്താ എന്താ സാധനം? അയ്യേ കടിക്കും പന്നി. ഓ മനുഷ്യനെ കൊല്ലുവോ നീ? ഇങ്ങനെ പേടിപ്പിക്കാമോ? മനുഷ്യൻ ഒന്നാ ഇവിടെ പേടിച്ച് നിൽക്കുക. കാട്ടിലും കൊണ്ട് വലിയ മീനോ? ആ വലിയ മീൻ. ഇതെവിടുന്ന്? ഞാൻ മേടിച്ചു. ഇത്ര വലുതോ? എവിടുന്ന് കിട്ടി? മേടിച്ചാ കാശ് എടുത്ത്. ആറാ കാശ്? എവിടത്തെ കാശ്? എൻ്റെ പെണ്ണുമ്പിടെ വെള്ളത്തിലെടുക്കല്ലേ? നാട്ടുകാരെല്ലാം വരുവാ? തനിക്ക് മീൻ കിട്ടിയാൽ പോരെ, തിന്നാ പോരെ? ഭാര്യ ചാരി അന്വേഷണം വരുവാ. ഇത്ര വലിയ മീനോ? എന്തേലോട്ടെ. അമ്മേ. ഹേ ഹലോ മച്ചന്മാരെ, പാക്കുളക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ പരിപാടി ഇതേ ചൂര വെച്ച് നല്ല കിടിലൊരു ഐറ്റം പടയ്ക്കാൻ പോവാണ്. മാറ്റി വായു. അപ്പോൾ ഇന്ന് ക്ലീൻ ആക്കി എടുക്കാം. വെട്ടി അരിഞ്ഞു. ഞാൻ തന്നെ കേട്ടില്ലേ കേട്ടോ? എനിക്കാരെയും പേടിയില്ല. പശയൊന്നുമല്ല, ഇത് മുള്ളു പോലെ ചെതുമ്പല്. എന്തൊക്കെ അറിയണം? ഇതാണ് അല്ല ചെതുമ്പലോ. ഈ സൈഡിൽ ചെതുമ്പലുണ്ട്. ഇതെല്ലാം ചെതുമ്പല. ഒന്നും അറിയത്തില്ലല്ലേ? മതി. ഒരു മാസം മുമ്പേ കടലിൽ കിടന്ന് അറമാദിച്ച സാധനം അവൻ്റെ കിടപ്പ് കണ്ടു. അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ട് മീൻ നമ്മൾ ക്ലീൻ ആക്കി എടുത്തിരിക്കുകയാണ് നമ്മളല്ലേ. കണ്ണടച്ച് കിടക്കുന്നത് ഞാൻ കണ്ടു. താൻ കണ്ടോടോ. താൻ എന്തിനാണോ എന്നോട് പറയുന്നത്? കണ്ണടച്ച് കിടക്കുന്നത് ഞാൻ കണ്ടു. എവിടെ പോയേക്കായിരുന്നു? ഉള്ളി തണുത്ത ശ്വാസം. ഇത് ഉപ്പ് കല്ലല്ലേ കേട്ടോ? നോക്കി, ഇത് ഉപ്പ് കല്ലൊന്നുമല്ല. നോക്കി, ഇതെന്തോടാ പാറമടയെന്ന് കണ്ട് നേരിട്ട് അങ്ങോട്ട് കൊണ്ടുവന്ന കേട്ടോ. ഡയറക്റ്റുള്ള സപ്ലൈ ആണെന്ന് തോന്നുന്നു. വരഞ്ഞെടുക്കാം. ഞാൻ പ്ലസ് ഉണ്ടാക്കാൻ നോക്കിയതാ. പക്ഷേ പ്ലസ് ഒക്കെ ഉണ്ടാക്കാൻ നോക്കാം. പ്ലസ് കൊണ്ട് പാസ്സാകാതെ തന്നെ പ്ലസ് ഉണ്ടാക്കാൻ എന്ത് ചെയ്യാൻ പറ്റും? ഇത് ഗുണന. ഞാൻ 10ാം ക്ലാസ് വരെ പോയിട്ടുള്ളൂ. ഗുണന ഇങ്ങനെ ഇടുമ്പോൾ ഒരു പ്രത്യേകതരം ഒരു സൈക്കിക് മനോഭാവം അതെ നമ്മൾ രൂപപ്പെടും. അപ്പോൾ നമ്മളിതേ നോർത്താല ടക്ക് ടുക്കി ടിക്കി വെറൈറ്റി അല്ലേ? അപ്പോൾ ഇതിനകത്ത് ഇനി മസാല തേച്ച് പിടിപ്പിക്കാം. മസാലയ്ക്ക് പോയ ആളെന്തി ഈ മീൻ ഇവിടെ നിന്ന് പഴുക്കുമല്ലോ. എനിക്ക് പറയത്തില്ല. പുള്ളി നടന്നാണോ പോയത്? വണ്ടി വിട്ടിരിക്കുന്നല്ലോ. വണ്ടി അങ്ങോട്ട് പോയിക്കേ. ആഹാ, എന്താ ഫ്ലോട്ടോ? ഈ മനുഷ്യന് പ്രാന്താണ്.
ഓരോ ദിവസം ഓരോന്നകത്ത് വരുന്നത്. കൊണ്ടോ മസാല. അപ്പോൾ ഗൈസ് മീനുള്ള മസാല വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലപോലെ ഇതിനകത്ത് തേച്ച് പറ്റിക്കാം. അപ്പോൾ ദേ ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഈ സാധനങ്ങളാണ് ആ പുള്ളിക്കാരൻ ആപ്പയിൽ കൊണ്ട് തന്നിട്ട് പോയത്. ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം. കാക്ക കിടന്ന് ഭയങ്കര ശല്യമാണല്ലോ. ആളെ വിളിച്ച് കൂട്ടുക. അപ്പോൾ ദേ മസാല നല്ലപോലെ എണ്ണയിൽ ചാലിച്ചെടുത്തതേ. പുള്ളി മുളക് പൊടിയൊക്കെ തന്നെയാണ് കൊണ്ട് തന്നെ. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പാണ് ഗൈസ്. അച്ഛനെ ജെൻസിന് മസാലയും പിടിച്ചോണ്ടിരുന്നപ്പോഴൊരു ആപ്പക്കാരൻ അവിടെ കിടക്കുന്നുണ്ട്. പുള്ളി 250 പിടിച്ച്, ഞാൻ 150 പിടിച്ച്. എന്നിട്ട് പൈസ ആശം കൊടുക്കണം. 150 രൂപ. അപ്പൊ കാശായിട്ട് തന്നെ വേണമെങ്കിൽ കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും. വെളുത്തുള്ളി, ഇഞ്ചി കണ്ടോ, ഇഞ്ചി നല്ല സ്ലൈസായിട്ട് അരിഞ്ഞ ഇഞ്ചിയാണ്. ഇഞ്ചി എല്ലാം ഈ ഗ്യാപ്പിലെല്ലാം കയറ്റി വെക്കാം. ആഹാ ഉണ്ടോ, അതിൻ്റെ കൂട്ടത്തേറെ വെളുത്തുള്ളി. ഒപ്പിച്ചോ? സാധനം കിട്ടിയോ? സാധനം കിട്ടി. കഴുകിയോ? ഇല്ല, അത് കൊണ്ടേ കഴുകടോ. പോടോ. അമലയൊന്നുമില്ല. അമലയൊന്നുമില്ല. പോയി കഴുകി. ഓടിപ്പോയി കഴുകിട്ടോ. ചിലപ്പോൾ നമ്മുടെ ഓയിൽ പാട്ടയുണ്ട്. ഓയിൽ പാട്ട നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തേക്ക് അടിവശത്ത് നിന്ന് ഭയങ്കരമായിട്ട് തീ കയറി കരിഞ്ഞു പോയിരിക്കാൻ വേണ്ടി നമ്മളിതേ കുറച്ച് നമ്മുടെ വാഴത്തണ്ട് എടുത്ത് നമ്മളിങ്ങനെ നിരത്തിയിട്ട് കൊടുക്കുകയാണ് ഗൈസ്. അതിലേക്ക് നമ്മൾ ഓയിൽ പേപ്പർ ഇട്ട് കൊടുക്കുകയാണ്. ഇടിച്ചെടുത്താണ്. പിന്നെ അതിലേക്ക് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് വെതറി കൊടുക്കുക. നമ്മുടെ മീൻകുട്ടന്മാരെ ഓരോരുത്തരായിട്ട് നമുക്ക് കയറ്റി വിടാം. ആഹാ, ഒരുത്തം വലിയ ആളാണ്, നമ്മൾ ഉദ്ദേശിക്കുന്ന ആളല്ല, വലിയ പുള്ളിയ. ഗൈസ് ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ കൈയൊന്നും കയറില്ല. സൈഡ് മൊത്തം അതാ ക്യാമറമാൻ്റെ നുഴഞ്ഞുകയറ്റ ശൈലിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു മികച്ച വീഡിയോ ഛായാഗ്രഹണം. ഓക്കോ. അപ്പോൾ മൂടാൻ പോവാണ്. മൈദ കുഴച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ ഓവൻ്റെ ഫ്രണ്ട് വശമെല്ലാം നമുക്കിങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കാം. പുക കയറില്ല ഗൈസ്. പുക കയറിയാൽ പുക ചോദിക്കും. ഇങ്ങനെ ഒരു ശകലം സാധനം എടുത്ത് ഇത് ചെറുതായിട്ട് അടച്ചും വെക്കാം. അപ്പോൾ ഇതിനകത്ത് നിന്ന് ചെറുതായിട്ടൊക്കെ എയർ പുറത്തോട്ട് വന്നോളും. അതാ ആവശ്യമുള്ളപ്പോൾ തുറന്നിട്ട് നമുക്കിങ്ങനെ നോക്കാം. എന്തോ നോക്കാം. അപ്പോൾ അടച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തീ കത്തിക്കാം. കമാൻ. അപ്പം ഗൈസ് നമ്മൾ തീയൊക്കെ കത്തിച്ചെടുത്തിട്ടുണ്ട്. കേട്ടോ, താക്കാൻ പറയുമ്പോൾ താൻ പൊക്കുവാണല്ലോ. ഓക്കെ, തീ നല്ലപോലെ കത്തിച്ചു കൊടുക്കുക. എയർ പോകാനൊരു വകുപ്പ് ഞാൻ ഒപ്പിച്ചിട്ടുണ്ട്. കണ്ടോ, നമ്മുടെ പ്രാചീന കാലം തൊട്ട് നമ്മൾ എല്ലാ വ്ളോഗ് വീഡിയോസിലും യൂസ് ചെയ്യുന്നൊരു സംഭവമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തോത്തിലെങ്കിലും ഇങ്ങനെ ഫോക്കസ് ചെയ്യണം. അപ്പം പെട്ടെന്ന് വേഗം. വെന്തില്ല, ഫോക്കസ് ചെയ്യുന്നതേ ഉള്ളൂ. വരുന്നുണ്ടോ, ആവി പറക്കുന്നുണ്ട് ഗൈസ്. ആകാശത്തോട്ട് നോക്കി. നീല കളറേ മേഘം കണ്ടോ? ഈ മീനായതുകൊണ്ട് കുറച്ച് നേരം കത്തിച്ചാൽ അല്ലേ? ഷെറന്ന് കത്തിയാൽ ഷുറന്ന് വേവും. അപ്പോൾ നമുക്ക് സാധനം എടുക്കാം. എന്നാൽ ടക്കേന്ന് എടുത്തിട്ട് പൊക്കേന്ന് പോയേക്കാം. അപ്പോൾ വെയിറ്റ് കൂടിയോ? ഒട്ടിപ്പോയോ? മൈദ അടിയിൽ ഒട്ടിപ്പോയി ഗൈസ്. മൈദ കണ്ട് അടിയിൽ ഒട്ടിപ്പിടിച്ചു. നല്ല സൂപ്പറായിട്ടുണ്ട്. കൊണ്ടുപോവാം. ഹായ് നല്ല മണമുണ്ട് ഗൈസ്. നല്ല കരിഞ്ഞ മണം. ബാ നോക്കാം. തീശാലം കൂടിപ്പോട്ട് കരിഞ്ഞ മണമൊക്കെ വരുന്നുണ്ട് ഗൈസ്. അറിയത്തില്ല ഇനി അടിവശത്തോടെ വല്ലോ കയറിയോ അറിയത്തില്ല. അടിയിൽ മൈദ വഴി കയറി അങ്ങനെ ആക്രമിച്ചോ എന്നറിയത്തില്ല. അടിഭാഗത്തൂടെ കയറി ആക്രമിച്ചോ എന്നറിയത്തില്ല ഗൈസ്. കാണാമോ? എന്നെ ഒന്ന് കാണിക്കുമോ? എന്തോ നോക്കട്ടെ. കരിഞ്ഞോ? കരിഞ്ഞൊന്നുമില്ല, നല്ല കിടുക്കാച്ചി ആയിട്ടുണ്ട്. എന്നെ ഒന്ന് കാണിക്കുമോ? ഒന്ന് കണ്ടോട്ടെ. അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്കിത് കഴിച്ചു നോക്കാം ഗൈസ്. കാല് വാരി ആരോ എൻ്റെ കാല് വാരി. നമുക്കിങ്ങനെ വാഴയിലേക്ക് അതിലോട്ട് ഇറക്കിടാം അല്ലേ? അടിവശം ചെറുതായിട്ട് കരിഞ്ഞിട്ടുണ്ട് ഗൈസ്. ചെറുതായിട്ടൊന്ന് കരിഞ്ഞിട്ടുണ്ട്. അതാണ് ഒരു കരിഞ്ഞ സ്മെല്ല് വന്നത്. ചെറുതായിട്ടൊന്ന് കരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. കറക്റ്റ് ടൈമിൽ നമ്മൾ എടുത്തത്. നമ്മൾ താഴെ ആ പിണ്ടി വെച്ചിട്ട് തന്നെ ഇത്രയും കരിഞ്ഞല്ലേ? പിണ്ടി വെച്ചില്ലായിരുന്നെങ്കിലോ.
ഒഴിച്ചോ, പൊറോട്ടയിലെല്ലാം ഒഴിച്ചു. മീനിൻ്റെ മണ്ടയ്ക്ക് ഒഴി. സോസ്. ഹായ് 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 ഹായ്. അപ്പോൾ നമ്മൾ കഴിച്ചു നോക്കാൻ പോകണം ഗൈസ്. പൊട്ടിച്ചു. അങ്ങനല്ല, ഇങ്ങനെ പൊട്ടിയല്ലേ. കണ്ടോ ഗൈസ്, നല്ല സൂപ്പറായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ഓ ചൂടാ സാധനം, ഐറ്റം സാധനം. ആ ഇഞ്ചിയുടെ വെളുത്തുള്ളിയുടെ ഒക്കെ തക്കാളിക്ക് കൂട്ടി പിടിച്ചു നോക്കി. അടിപൊളിയാ. ഇടയ്ക്കൊന്നൊരു കൈയൊക്കെ വരുന്നുണ്ട് കേട്ടോ. ക്യാമറമാനാ. ആണോ? ശ്രമിച്ചേ. നല്ല കേസ്, നല്ല അടിപൊളിയായിട്ട് സാധനം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് നമ്മൾ. ഡയമണ്ട് പീസ് അല്ലേ? കറക്റ്റ് എരിവും ഉപ്പും ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കൃത്യം. ചെറുതായിട്ടൊന്ന് കരിഞ്ഞ്, തൊലി മാത്രമേ കരിഞ്ഞിട്ടുള്ളൂ. നമ്മൾ ആ പിണ്ടിയൊക്കെ വെച്ചിട്ടും വടക്കൈയൊക്കെ വെച്ചിട്ടും സാധനം അടിയൊന്ന് കരിഞ്ഞു. കനൽ വെച്ചാൽ ഇത്രയും കരിയത്തില്ല. നമ്മൾ നല്ലപോലെ ആളിച്ചു. ഹെഡ് ഓഫ് ദി സെഞ്ചുറി. നീ അല്ല എൻ്റെ മീൻ കൊണ്ടുപോയത്? എൻ്റെ മീൻ എന്തിയാടാ? എന്താ പരിപാടിയാടാ സാമുദ്രം നീയൊക്കെ കാണിച്ചത്? ഒരു കഷ്ണം മീൻ നീയൊക്കെ വെച്ചോ? എന്താടാ പരിപാടി? വീഡിയോ ആയിരുന്നു. എന്താ വീഡിയോ? യൂട്യൂബ് വീഡിയോ. യൂട്യൂബ് ക്യാമറ ഉണ്ടോ? ക്യാമറ ഉണ്ട്. ചേട്ടൻ്റെ മീനാ? ചേട്ടനാണ് ഗൈസ് നമുക്ക് മീൻ, ഇന്നത്തെ മീൻ തന്നത്. ചേട്ടനാണ് മീൻ തന്നത്. ചേട്ടൻ്റെ മീനാണ്. നല്ല മീനായിരുന്നു ചേട്ടാ, നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ ഇതേപോലെ ഉണ്ടാക്കി നോക്കുക, സൂപ്പറായിട്ട് ഉണ്ടാക്കി നോക്കുക. ഇതേപോലെ ആരുടെ അല്ല, സ്വന്തമായിട്ട് വാങ്ങിച്ച് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ചേട്ടാ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാം. ചേട്ടാ സബ്സ്ക്രൈബ്. മാറിക്കേ. എന്റെ സൈക്കിൾ എന്തിയാടാ? അയ്യോ ചേട്ടൻ്റെ നിന്റെ കൂട്ടത്തിൽ മൊത്തം കള്ളന്മാരാണോടാ? ഒരു കള്ളൻ. പിടിച്ചോ. ഞാനോടാ വല്ലതും ബാക്കി വെച്ചിട്ടുണ്ടോടാ? സാറിനെ ഞങ്ങള് ബാക്കി വെച്ചു.